വിമത പാതിരിയുടെ വാക്കും കേട്ട് ഇറങ്ങി പുറപ്പെടുന്ന കൊച്ചച്ചന്മാർ ചുടുചോറ് തിന്നുന്ന കുട്ടിക്കുരങ്ങന്മാരാണ് എന്നാണ് ഒരു വിശ്വാസി പറയുന്നത്. ഭാര്യയും കുട്ടികളും കുടുംബവും ഇല്ലാത്ത ഒരു പറ്റം നികൃഷ്ട ജീവികൾ പറയുന്നത് കേട്ട് പള്ളിയിലേക്ക് മാറി വരുന്ന വൈദികന് ഭീഷണി കത്തയക്കുന്ന വിരുദ്ധന്മാർ ചുടുചോറ് വാരുന്ന കുട്ടിക്കുരങ്ങന്മാർ തന്നെയാണ്. സ്വന്തം പിതാവിന്റെ ഇടവകയിൽ പുതിയ ക്രമത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വിവരം അറിയാവുന്ന തലശ്ശേരി രൂപതയിൽ ജനിച്ച ഒരുവൻ ഒന്നാമനായി കത്തെഴുതി മുന്നറിയിപ്പ് നൽകുന്നു. പാലാരിവട്ടം പള്ളി ഇവരുടെ കുത്തകയാണ് എന്നാണ് വിചാരം. ഇവിടുത്തെ ഇടവകക്കാരിൽ 95% സീറോ മലബാർ സഭയുടെ പുതിയ ഏകീകൃത കുർബാന അർപ്പിക്കുന്ന രൂപതയിൽ ജനിച്ചവരാണ്. അവർ യഥാർത്ഥ വിശ്വാസത്തിൽ വളർന്നവരും. അവർ സഭയെ സ്നേഹിക്കുന്നവരാണ്, സഭയെ അനുസരിക്കുന്നവരാണ്. അവർക്ക് നിലപാടെടുക്കുവാൻ തക്ക സമയത്ത് അറിയാം. എറണാകുളം അങ്കമാലി രൂപത സീറോ മലബാർ സഭയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇവിടെ വിവിധ രൂപതകളിൽ നിന്നും കുടുംബങ്ങൾ വന്ന് ഇടവക ചേർന്നത്. അവരുടെ പണവും അധ്വാനവും പുതിയ പള്ളിക്ക് അടിസ്ഥാനമാണ്. ഇവിടെ ജനിച്ചു വളർന്ന കുടുംബങ്ങൾ വിരലിൽ എണ്ണാവുന്നവരെ ഉള്ളുവെങ്കിലും പല ഭാഗത്തു നിന്നും വന്നു ചേർന്നവർ അനേകമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടി, വരുമാനത്തിന് വേണ്ടി വിമത പ്രവർത്തനത്തിന് നിൽക്കുന്നവർ 2 പ്രാവശ്യം ആലോചിക്കണം. സഭയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത വ്യക്തി ആരായാലും ഇവിടെ ആവശ്യമില്ല. എറണാകുളം അതിരൂപതയിലെ മെത്രാൻ പറയുന്ന രീതിയിൽ ഇടവകയിൽ കാര്യങ്ങൾ നടക്കണം. 75 വയസ്സിന് വളരെ മുമ്പേ രാജിവെച്ച കർദിനാൾ പാറക്കാട്ടിൽ പ്രശ്നങ്ങൾക്ക് നേതൃത്വം നൽകിയ 2 സഹായ മെത്രാന്മാർ ഇപ്പോഴും കേരളത്തിന് വെളിയിലാണ്. ഇപ്പോൾ വിമത വൈദികരെ വിശ്വസിച്ച മാർ മനത്തോടത്തും മാർ കരിയിലും മാറ്റപ്പെട്ടു. മാർ കരിയിലിന് മെത്രാൻ സ്ഥാനം പോലും നഷ്ടപ്പെട്ടു. ബസലിക്കയിൽ വീരവാദം പറഞ്ഞ നരികുളം വിശ്രമത്തിൽ പോയി ഇടശ്ശേരി കൊരട്ടിയിൽ നിന്നും ഒളിച്ചോടി കേസിൽ പ്രതിയായി. വിമത പ്രവർത്തനത്തിനെത്തുന്നവർ ഈ പട്ടിക ഓർത്താൽ നന്ന്. മാത്രമല്ല, അരമന കയ്യേറി കഞ്ഞി വെച്ചവരുടെ ഇപ്പോഴത്തെ അവസ്ഥ തെരുവിലാണ്. ഇനി മറ്റൊരു കൽപ്പന വന്നാൽ പുരോഹിത പണിയും നഷ്ടപ്പെടുമെന്ന് ഉറപ്പുള്ളവർ പറയുന്നത് കേട്ട് ചുടുചോറ് വാരരുത്. സഭയെ അനുസരിക്കുക, അതിന് കഴിയില്ലെങ്കിൽ പുറത്താക്കും മുമ്പ് മാന്യമായി രാജിവെക്കുക. കൊച്ചച്ചന്മാരുടെ ഈ വക പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്ന ഒരു സംശയം, സഭയിൽ നിന്നും പുറത്തുപോയി പെണ്ണ് കെട്ടി ജീവിക്കാനുള്ള പരിപാടിയാണോ എന്നാണ്. വിമത പ്രവർത്തനവുമായി നടക്കുന്ന പാതിരികൾ ശിഷ്ടകാലം തനിക്കും തന്റെ കുടുംബത്തിനും ഒരുപക്ഷെ അടുത്ത തലമുറയ്ക്കും ആവശ്യമായ ധനം സമാഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ. പറ്റിയാൽ പുതിയ സഭയിലേക്ക് ചേക്കേറും. മറ്റെങ്ങും പോകാത്തവർക്ക് പ്രീസ്റ്റ് ഹോമിൽ കഴിയാം. അവിടെയാണെങ്കിലും അത്യാവശ്യം സുഖ ജീവിതം തന്നെ. വിയർക്കാതെ തിന്നു കുടിച്ചു വിശ്രമിക്കാം. വേറെ എവിടെ പോയാലും വിയർക്കേണ്ടി വരും. ഇത് നന്നായി അറിയുന്നവരാണ് വിമത വൈദികരിൽ കൂടുതൽ പേരും. കത്തിച്ചു വെച്ച വിളക്കിന് ചുറ്റും പാറിപ്പറക്കുന്ന വെറും ഈയലുകൾ മാത്രമാണ് ഈ വിമത പാതിരിമാർ എന്ന് പറയാം. ദൈവിക പ്രവൃത്തിയുടെ ആലയങ്ങളെ കച്ചവടത്തിന്റെ ആലയങ്ങളാക്കി തീർക്കാൻ ശ്രമിക്കുന്നവരെ തക്ക സമയത്ത് ചാട്ടവാർ കൊണ്ടടിച്ച് പുറത്താക്കാൻ സഭാ നേതൃത്വം തയ്യാറാവുക തന്നെ വേണം.